ആരംഭ പ്രാർത്ഥന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഭൂസ്വർഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടാവായ ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ഏകജാതനെ ഞങ്ങൾക്ക് നൽകിയ അങ്ങയുടെ കാരുണ്യം നിറഞ്ഞ സ്നേഹത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്ത് പ്രാവിൻ്റെ രൂപത്തിലും പെന്തക്കൊസ്താ ദിവസം പരിശുദ്ധ മാതാവിൻ്റെയും സ്ലീഹന്മാരുടെയും മേൽ തീനാവുകളുടെ രൂപത്തിലും എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, ഇപ്പോൾ ഇവിടെ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെ അവിടുത്തെ ദിവ്യപ്രകാശത്താൽ ജ്വലിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും എല്ലാവിധ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴുന്ന ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ജീവജലത്തിനരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. ആത്മാവിൻ്റെ നിറവിനായി ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് തേനാവിൻ്റെ രൂപത്തിൽ തന്നിലേക്ക് വരുന്നതായി കണ്ടുകൊണ്ട് കുറച്ചു നേരം സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യ സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോനാഥ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഇന്ന് ഈ സമയം ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കുവാൻ അനുവദിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യനാഥനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ശരണമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ആശ്രയമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ സങ്കേതമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവനും ലക്ഷ്യവുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ലോകാവസാനം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ഈശോയെ, ആ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് ലോകമാസകലമുള്ള ദേവാലയ സക്രാരികളിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. യേശുവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഇടവകയെയും ഞങ്ങളുടെ നാടിനെയും പരിപാലിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം, അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം.
നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ. നമ്മുടെ മാതാപിതാക്കൾ, സഹോദരീ സഹോദരന്മാർ, ബന്ധുമിത്രങ്ങൾ, ഉപകാരികൾ, നമുക്ക് ലഭിച്ച വിദ്യാഭ്യാസം, ജോലി, സന്യസ്ത ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതം, മക്കൾ, വീട്, വാഹനം, മറ്റനുഗ്രഹങ്ങൾ എന്നിവയെല്ലാം ഓർത്തോർത്ത് ദൈവത്തിന് നന്ദി പറയുക. ലോകരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ച ദൈവപുത്ര, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. യേശുവെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എളിയവരിൽ എളിയവനായി, ദരിദ്രരിൽ ദരിദ്രനായി, ബത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ വന്നു പിറന്ന രാജാധിരാജനായ യേശുനാഥ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ സ്നാപക യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് 40 ദിനരാത്രങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ച് പിശാചിൻ്റെ പരീക്ഷണങ്ങളിൽ വിജയം വരിച്ച് പിതാവിൻ്റെ ഹിതം പൂർത്തീകരിക്കുവാനായി രക്ഷാകര ദൗത്യം ആരംഭിച്ച യേശുനാഥ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു. സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കുന്നതിന് 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത യേശുനാഥ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അപേക്ഷ സ്വീകരിച്ച് അത്ഭുതകരമായി വെള്ളം വീഞ്ഞാക്കി തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ യേശുനാഥ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ദൈവരാജ്യത്തിൻ്റെ ആഗമനം അറിയിച്ചുകൊണ്ട് അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ ആഹ്വാനം ചെയ്ത യേശുനാഥ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ദരിദ്രരോടും പാപികളോടും സുവിശേഷം പ്രസംഗിക്കുകയും അവർക്ക് വിശന്നപ്പോൾ അപ്പം വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്ത കാരുണ്യവാനായ യേശുനാഥ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. രോഗികളെ സുഖപ്പെടുത്തുകയും പാപികൾക്ക് പാപമോചനം നൽകുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്ത യേശുനാഥ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യം തരികയും ചെയ്ത യേശുനാഥ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനും ശത്രുക്കളെ സ്നേഹിക്കാനും ഞങ്ങളെ പഠിപ്പിക്കുകയും സ്വജീവിതത്തിലൂടെ ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തരികയും ചെയ്ത യേശുനാഥ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും തൻ്റെ സ്വർഗീയ മഹത്വം വെളിപ്പെടുത്തുകയും ചെയ്ത യേശുനാഥ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പാപത്തെയും മരണത്തെയും സാത്താനെയും ജയിച്ച് ഉത്ഥാനം ചെയ്ത് എപ്പോഴും ഞങ്ങളോട് കൂടെ ആയിരിക്കുവാൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച യേശുനാഥ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാഥ, സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം മക്കളായ നാമെല്ലാം അനുഭവിച്ചറിയുന്നതിന് അയക്കപ്പെട്ട ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കഠോര വേദന അനുഭവിച്ച് കുരിശിൽ മരിച്ച ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അവിടുത്തെ കുരിശിൻ ചുവട്ടിൽ നിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങളുടെ ആത്മാക്കളെ അങ്ങേപ്പക്കൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആത്മാക്കൾ ദൈവാത്മാവുമായി ലയിച്ചു ചേരുന്നതിന് തടസ്സമായിട്ടുള്ള എല്ലാ അശുദ്ധിയും അവിടുത്തെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയെ, അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്ന് അരുളി ചെയ്ത ഈശോയെ, ഞങ്ങളുടെ മനസാക്ഷിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മനസാക്ഷിയിലുള്ള തെറ്റായ ബോധ്യങ്ങളെ ഈശോയെ അവിടുത്തെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും എന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങളുടെ അബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും സുബോധ മനസ്സിനെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനേറ്റ മുറിവുകളെ
ഈശോയെ അവിടുത്തെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നരുളി ചെയ്ത ഈശോയെ ഞങ്ങളുടെ ചിന്താശക്തിയെയും ഭാവനാശക്തിയെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളിലും ഭാവനകളിലും നിലകൊള്ളുന്ന അശുദ്ധിയുടെ മേഖലകളെ ഈശോയെ അവിടുത്തെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ മരിച്ച ഈശോയെ ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയ ബുദ്ധിശക്തിയെ സമർപ്പിക്കുന്നു. ദൈവദാനമായി ഞങ്ങൾക്ക് ലഭിച്ച ബുദ്ധിശക്തിയെ ഈശോയെ അവിടുത്തെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്നരുളി ചെയ്ത ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുത്തെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് അരുളി ചെയ്ത ഈശോയെ ഞങ്ങളുടെ കോപം, വെറുപ്പ്, വിദ്വേഷം, അസൂയ, വൈരാഗ്യം, ആസക്തികൾ എന്നിവയെ ഈശോയെ അവിടുത്തെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ നിത്യാത്മാവേ എൻ ഹൃദയം, തിരുരക്തത്താൽ കഴുകണമേ നിത്യാത്മാവേ എൻ മനസാക്ഷി. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും എന്നരുളി ചെയ്ത ഈശോയെ ഞങ്ങളുടെ ശരീരത്തെ മുഴുവനായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആന്തരേന്ദ്രിയങ്ങളെയും ബാഹ്യേന്ദ്രിയങ്ങളെയും ഈശോയെ അവിടുത്തെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കുമെന്ന് അരുളി ചെയ്ത ഈശോയെ ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയെ ഈശോയെ അവിടുത്തെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. നമുക്ക് യേശുവിൽ പൂർണ്ണമായി ലയിച്ചു ചേരാം. മിശിഹായുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരു രക്തമേ എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോ എൻ്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണനേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരോടുകൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിനൊത്തതാക്കി അരുളണമേ. ഈശോയെ അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ ആശീർവദിക്കണമേ. അങ്ങയുടെ കരങ്ങൾ ഞങ്ങളെ താങ്ങുന്നില്ല എങ്കിൽ ഞങ്ങൾ വീണുപോകും. അങ്ങയുടെ 5 തിരുമുറിവുകളെ പ്രതി ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സങ്കീർത്തനം 23 1 മുതൽ 3 വരെ. കർത്താവ് എൻ്റെ ഇടയൻ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. നമുക്ക് തമ്പുരാനോട് മാപ്പ് അപേക്ഷിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത നന്മ സ്വരൂപനായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയി. അങ്ങയുടെ ദിവ്യ പ്രചോദനമനുസരിച്ച് പ്രവർത്തിക്കാത്ത അവസരങ്ങളെ പ്രതി ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. ഞങ്ങൾക്ക് മാപ്പ് തരണമേ. അനാഥരോടും ദരിദ്രരോടും രോഗികളോടും പാപികളോടും കരുണ കാണിച്ച യേശുനാഥ, പാപികളായ ഞങ്ങളോട് കരുണയായിരിക്കണമേ. അന്ത്യ അത്താഴ സമയത്ത് അവിടുത്തെ തിരുശരീര രക്തം അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യങ്ങളിൽ ശിഷ്യന്മാർക്ക് നൽകുകയും എന്നും ഞങ്ങളോടൊപ്പം ആയിരിക്കുവാൻ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും ചെയ്ത യേശുനാഥ, ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. പാപബോധത്തോടും പശ്ചാത്താപത്തോടും കൂടി കുമ്പസാരം നടത്തി ഞങ്ങളുടെ ഹൃദയങ്ങളെ വെണ്മയുള്ളതാക്കി അപ്പത്തിൻ്റെ രൂപത്തിൽ വരുന്ന അങ്ങയെ സ്വീകരിക്കുവാൻ ഞങ്ങളെ ഒരുക്കണേ നാഥ. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം 26-ാം അധ്യായം 36 മുതൽ 41 വരെ വാക്യങ്ങൾ. യേശു ഗത്സെമനിയിൽ പ്രാർത്ഥിക്കുന്നു. അനന്തരം യേശു അവരോടൊത്ത് ഗത്സെമനി എന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങളിവിടെ ഇരിക്കുക. അവൻ പത്രോസിനെയും സെബദിയുടെ 2 പുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി. ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോട് തുണർന്നിരിക്കുക. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണു പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ.
എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല, അവിടുത്തെ ഹിതം പോലെയാകട്ടെ. അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഏശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം 3 മുതൽ 8 വരെ വാക്യങ്ങൾ. യേശുവിൻ്റെ ജനനത്തിന് 7 നൂറ്റാണ്ട് മുമ്പ് ഏശയ്യാ പ്രവാചകൻ യേശുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് പ്രവചിച്ചത്. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ നിന്നും വഞ്ചന പുറപ്പെട്ടുമില്ല. കർത്താവേ, അവിടുന്ന് അതിദാരുണമായി പീഡനമേറ്റ് കുരിശിൽ മരിച്ചത് ഞങ്ങളുടെ പാപമോചനത്തിനു വേണ്ടിയാണല്ലോ. എന്നാൽ ഞങ്ങളത് ഗൗനിക്കാതെ വീണ്ടും പാപം ചെയ്ത് അങ്ങയെ വേദനിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. യേശുവേ, ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അവിടുത്തെ അതിദാരുണമായ പീഡാനുഭവത്തെ പ്രതി ഞങ്ങളോട് കരുണയായിരിക്കണമേ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. സങ്കീർത്തനം 32, 1 മുതൽ 7 വരെ. മാപ്പ് ലഭിച്ചവൻ്റെ ആനന്ദം. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്തെ ചൂടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു. എൻ്റെ അകൃത്യം ഞാൻ മറച്ചുവെച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കര കവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയ സങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. നമ്മുടെ യാചനകൾ അത്യുന്നതനായ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യ സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന പരമകാരുണ്യവാനായ യേശുനാഥ, ഞങ്ങളെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും സമർപ്പിക്കുന്നു. ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് തരണമേ. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ഉത്തരവാദിത്തോടും ആത്മാർത്ഥതയോടും കൂടെ നിർവഹിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും എല്ലാവരെയും നിറയ്ക്കണമേ. ഒരു നിമിഷം പോലും അങ്ങയെ പിരിയുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. യേശുനാഥ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. യേശുവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങൾ എവിടെയായിരുന്നാലും അവിടം വിശുദ്ധീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അവിടുത്തെ കൃപാവരം ഞങ്ങൾക്കില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഇന്ന് അവിടുത്തെ സന്നിധിയിൽ വരുവാൻ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ അവിടുത്തോടുകൂടെ ആയിരിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുന്നു. നമ്മുടെ യാചനാ പ്രകരണങ്ങൾ നമുക്ക് സമർപ്പിക്കാം. മനുഷ്യനായി പിറന്ന ദൈവപുത്ര, കുരിശുമരണത്തിലൂടെ സകല തിന്മകളെയും കീഴടക്കി ഉദ്ധാനം ചെയ്തവനെ, പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും സാത്താൻ്റെ സകല പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിനെന്ന് അരുളി ചെയ്ത ഈശോയെ, പല വിചാരമില്ലാതെ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ എന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങളുടെ അഹങ്കാരം വെടിഞ്ഞ് എളിയ മനസ്സോടെ മറ്റുള്ളവരോട് പെരുമാറുവാനുള്ള മനോഭാവം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണെന്ന് അരുളി ചെയ്ത ഈശോയെ, പാപികളായി ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ പാപങ്ങളും കടങ്ങളും പൊറുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞാൻ ശാന്തശീലനും വിനീതനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുവിനെന്ന് അരുളി ചെയ്ത ഈശോയെ, ഞങ്ങളുടെ മക്കൾ ദൈവിക ജ്ഞാനത്തിലും അനുസരണത്തിലും വളർന്നു വരുവാനും അവിടുത്തേക്ക് ഇഷ്ടപ്പെട്ട വിധം ജീവിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും എന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും അവരോടുള്ള വിദ്വേഷം പൂർണ്ണമായും ഇല്ലാതാക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾക്കാർക്കെങ്കിലും സാധിക്കുമോ എന്നരുളി ചെയ്ത ഈശോയെ, ചെറിയ പ്രശ്നങ്ങളിൽ പോലും ഞങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകാറുണ്ട്. അവ ഞങ്ങളെപ്പറ്റിയുള്ള അങ്ങയുടെ നല്ല പദ്ധതിയുടെ ഭാഗമാണെന്ന ബോധ്യത്തോടെ ജീവിക്കുവാനുള്ള കൃപാവരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്നരുളി ചെയ്ത ഈശോനാഥ, ഭക്ഷണത്തോടുള്ള ഞങ്ങളുടെ അമിതമായ താല്പര്യം കുറയ്ക്കുന്നതിനുള്ള കൃപാവരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവനെന്ന് അരുളി ചെയ്ത ഈശോയെ, ഈ വചനം ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുവാനും അതനുസരിച്ച് മറ്റുള്ളവരോട് പെരുമാറുവാനുമുള്ള കൃപാവരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും എന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങളുടെ സമയത്തിൻ്റെയും വരുമാനത്തിൻ്റെയും ദശാംശം ദൈവ ആരാധനയ്ക്കും സുവിശേഷ വേലയ്ക്കും പാവപ്പെട്ടവർക്കുമായി ചെലവഴിക്കാനുള്ള മനോഭാവം ഞങ്ങളിൽ വളർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരും രഹസ്യമായി പ്രാർത്ഥിക്കാനുള്ള സ്വന്തം നിയോഗം സമർപ്പിച്ച് നിശബ്ദമായി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥ, ഇപ്പോൾ ഞങ്ങൾ സമർപ്പിച്ച ഈ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്താം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പ് നാം സംരക്ഷണ പ്രാർത്ഥന ചൊല്ലേണ്ടതാണ്. ഈശോനാഥ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും പ്രവർത്തന മേഖലകളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുവിലാവിലെ തിരുമുറിവിനാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, മാർ തോമാസ്ലീഹായെ, വിശുദ്ധ യൂദാസ്ലീഹായെ, വിശുദ്ധ സെബസ്ത്യാനോസെ, വിശുദ്ധ അന്തോണീസെ, വിശുദ്ധ ഗീവർഗീസെ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറെ, വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസച്ച, വിശുദ്ധ അൽഫോൻസാമേ, വിശുദ്ധ എവ്പ്രാസ്യാമേ, വിശുദ്ധ മറിയം ത്രേസ്യായെ, കാവൽ മാലാഖമാരെ, ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. മധ്യസ്ഥ പ്രാർത്ഥനാ പ്രകരണങ്ങൾ. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ പ്രത്യേക ആവശ്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരെ മനസ്സിലോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നപേക്ഷിക്കാം. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിനെന്ന് അരുളി ചെയ്ത ഈശോയെ, ഞങ്ങളുടെ അയൽവാസികളുമായും നാട്ടുകാരുമായും സഹപ്രവർത്തകരുമായും സ്നേഹത്തിലും സഹകരണത്തിലും വർത്തിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സമാധാനത്തിൻ്റെ രാജാവായ ഈശോയെ,
ഞങ്ങളുടെ ഇടവക ജനങ്ങൾ പരസ്പര ഐക്യത്തോടും സഹവർത്തിത്വത്തോടും പെരുമാറുന്നതിന് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഇടവക വികാരിയെയും മറ്റു വൈദികരെയും സന്യസ്തരെയും അവരുടെ സമർപ്പിത ജീവിതത്തിൽ നിലനിർത്തണമെന്നും ലോകത്തിന് വെളിച്ചം നൽകി ജീവിക്കുവാനുള്ള കൃപാവരം അവർക്ക് നൽകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഇടവകയിൽ വിവിധ സേവനങ്ങൾ നിർവഹിക്കുന്ന അൽമായരെ അനുഗ്രഹിക്കണമെന്നും അവർക്ക് വിശ്വസ്തതാപൂർവം തങ്ങളുടെ കർത്തവ്യം നിറവേറ്റാനുള്ള കൃപാവരം നൽകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ഇടവകാംഗങ്ങൾ ആത്മാർത്ഥതയുള്ള ജോലിയിലൂടെ യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള കൃപാവരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുടുംബങ്ങളുടെ പ്രകാശമായ മിശിഹായെ, ഞങ്ങളുടെ ഇടവകയിലെ ഭാര്യാഭർത്താക്കന്മാർ നിർമ്മല സ്നേഹത്തിൽ ജീവിക്കുന്നതിനും മക്കൾ ഭക്തി തീഷ്ണതയിൽ വളരുന്നതിനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സൗഖ്യദായകനായ യേശുവെ, ഞങ്ങളുടെ ഇടവകയിൽ രോഗികളായി കഴിയുന്നവരെ സുഖപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സഭാസ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ, രോഗി ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, മറ്റു വിവിധ തരം ജോലികൾ ചെയ്യുന്നവർ ദൈവിക ചൈതന്യത്തിൽ തങ്ങളുടെ ജോലി നിർവഹിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള കൃപാവരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ സഭാ തലവനായ മാർപ്പാപ്പയെയും മെത്രാന്മാരെയും വൈദികരെയും സന്യാസിനികളെയും അൽമായ പ്രേഷിതരെയും അങ്ങയുടെ അരൂപിയാൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവ്വലോക രാജാവായ ഈശോനാഥ, ഞങ്ങളുടെ ഭരണാധികാരികൾ അഴിമതിരഹിതമായ ഭരണത്തിലൂടെ സാമൂഹ്യ നീതി ഉറപ്പുവരുത്തി നല്ല ഭരണം നടത്തുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവിധ മതാനുയായികൾ തമ്മിൽ പരസ്പര സ്നേഹവും സഹകരണവും ആദരവും വളർന്നു വരുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ മനുഷ്യരൂപം പൂണ്ട ഈശോയെ, ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനം നിലനിൽക്കുവാനും ലോകത്തിൽ ഭീകരത ഇല്ലാതാക്കുവാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ശിശുക്കളുടെ സ്നേഹിതനായ ഈശോയെ, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയെ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും പലവിധ കാരണങ്ങളാൽ വിവാഹം കഴിക്കാൻ സാധിക്കാതെ മാനസികമായി വിഷമിക്കുന്ന യുവതിയുവാക്കൾക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിങ്ങൾക്ക് തരുമെന്ന് അരുളി ചെയ്ത ഈശോയെ, രോഗത്താലും വാർദ്ധക്യത്താലും ഏകാന്തതയാലും ക്ലേശിക്കുന്നവർക്ക് അവിടുന്ന് കൂട്ടായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിനെന്ന് അരുളി ചെയ്ത ഈശോയെ, എല്ലാ വചന ശുശ്രൂഷകരെയും ധ്യാന കേന്ദ്രങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ബന്ധിതരുടെ മോചകനും പീഡിതരുടെ ആശ്രയവുമായ ഈശോയെ, എല്ലാ മാനസിക രോഗികളെയും മറ്റുള്ളവരുടെ അടിമത്തത്തിൽ കഴിയുന്നവരെയും അവരുടെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദയാവത്സലനും കരുണാലയനുമായ ഈശോയെ, വേണ്ടത്ര സംരക്ഷണം കിട്ടാതെ ക്ലേശിക്കുന്ന വൃദ്ധജനങ്ങളെയും അനാഥരെയും അവിടുത്തെ തൃക്കരങ്ങളിൽ താങ്ങി നിർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മരിച്ചവർ ദൈവപുത്രരെ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കുന്നതിനും വേണ്ടി മരണം കൈവരിച്ച യേശുനാഥ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ ഞങ്ങളുടെ ബന്ധുമിത്രങ്ങളെ നിത്യ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നിശബ്ദമായി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥ, ഇപ്പോൾ ഞങ്ങൾ സമർപ്പിച്ച ഈ പ്രാർത്ഥനകൾ സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കണമേ. സമാപന പ്രാർത്ഥന. ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നും എന്നേരവും സ്തുതിയായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളങ്ങയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുന്നു. അങ്ങേ സ്നേഹത്തിൽ നിന്നും ഒരു ശക്തിക്കും ഞങ്ങളെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഈശോയെ, വിശുദ്ധ കുർബാനയോടും ദിവ്യകാരുണ്യത്തോടുമുള്ള ഞങ്ങളുടെ ഭക്തി കൂടുതൽ വർദ്ധിപ്പിക്കണമേ.
ലോകമെങ്ങും ദിവ്യകാരുണ്യ ഭക്തി പ്രചരിക്കുവാനും ധാരാളം പേർ അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിയുവാനും ഇടയാകട്ടെ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും എന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥതയോടെ നിർവഹിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായും അങ്ങയ്ക്ക് സാക്ഷികളായി ഞങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഞങ്ങൾ അങ്ങയ്ക്കെതിരായി ഒന്നും ചെയ്യുകയില്ലെന്നും അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയവയെ ഞങ്ങളുടെ സഹജീവികളുമായി ആവുന്ന വിധത്തിൽ പങ്കുവെക്കുന്നതാണെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. Mishiha